യഥാർത്ഥത്തിൽ പതിറ്റാണ്ടുകളുടെ ഓർമ്മയല്ലേ പെട്ടെന്നുണ്ടാവുക. ശ്രീ അച്യുതാനന്ദൻ യഥാർത്ഥത്തിലൊരു വിപ്ലവ സൂര്യൻ തന്നെയായിരുന്നു. ഏത് ചെറിയ പ്രശ്നത്തിലും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുണ്ട്. ഏത് വലിയ കാര്യത്തിലും അദ്ദേഹത്തിനൊരു നിലപാടുമുണ്ട്. ഇങ്ങനെ കൃത്യമായ നിലപാടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ ലോകം മാനിക്കുന്നത്. എൻ്റെ സ്വന്തം അനുഭവത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹമായിട്ട് വളരെ അടുത്ത് ഇടപഴകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നും ഓർക്കുന്നു, കേരള നിയമസഭയിൽ ഉമ്മൻചാണ്ടിയുടെ 1ാം ഗവൺമെൻറ്റിൽ ഞാൻ ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്നു. 2004 ഗവൺമെൻറ്റിൽ മുല്ലപ്പെരിയാറിൻ്റെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു ദിവസമാണ്. നിയമസഭയിൽ അദ്ദേഹം വളരെ ശക്തമായ രൂപത്തിലുള്ള നിലപാടെടുത്തു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങക്ക് സൗകര്യമുള്ളൊരു ദിവസം പറഞ്ഞു, ഇന്നെങ്കിൽ ഇന്ന് നാളെങ്കിൽ നാളെ നമുക്ക് ആ സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞു. നിയമസഭയിൽ പറഞ്ഞ ആ വാക്കിനോട് അദ്ദേഹം പ്രോപ്പറായിട്ട് പ്രതികരിച്ചു. നാളെ തന്നെ പോകാമെന്നായി. എന്നോടൊപ്പം ശ്രീ പുതുശ്ശേരിയുണ്ട്, അന്തരിച്ചു പോയ ശ്രീ PT തോമസ് ഉണ്ട്. ഞങ്ങൾ 3 ആളുകളും കൂടി ഞങ്ങൾ തേക്കടിയിലെത്തി. ശ്രീ VS അച്യുതാനന്ദനും അവിടെ എത്തി. ഞങ്ങൾ ഒരുമിച്ച് ഒരേ ബോട്ടിൽ അക്കരെ കടന്നു. ബേബി ഡാം കണ്ടു, മുല്ലപ്പെരിയാറിൻ്റെ വലിയ ഡാം കണ്ടു. അതെല്ലാം കണ്ട് ഞാൻ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. ഞങ്ങൾ ചെയ്തത് ഇതാണ്, ഇനി എന്ത് ചെയ്യണം എന്ന് അങ്ങ് പറഞ്ഞാൽ മതി എന്നുള്ളതാണ് ഞാനെടുത്ത നിലപാട്. അതിനുശേഷം എല്ലാം പരിശോധിച്ചതിന് ശേഷം, ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ അദ്ദേഹം പരിപൂർണ തൃപ്തനായിട്ടാണ് അവിടുന്ന് പോയത്. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരനുഭവമാണ്. ഇതൊരനുഭവം മാത്രമാണ്. VS അച്യുതാനന്ദൻ ഈ രൂപത്തിൽ പോസിറ്റീവായി കാണേണ്ട കാര്യങ്ങൾ പോസിറ്റീവായി കാണും. അതേസമയം നിലപാടിൽ നിന്ന് 1 ഇഞ്ച് പോലും മാറത്തില്ല. കടുകിട മാറാത്ത ശക്തനായ നേതാവായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം കേരള സമൂഹത്തിന് ഏറ്റവും വലിയ നഷ്ടമാണ് എന്ന് കണക്കാക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ.